അതാണ് ഇന്ന് സംസാരം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളുമായിട്ട്. അവർക്ക് ഒറ്റയ്ക്ക് അവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ചെയ്യാനും, അതല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ് അവരെ അറിയിച്ചിട്ട് അവിടെ നിന്ന് ജയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ ആലോചന. പരമാവധി ഈ എല്ലാ കക്ഷികളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി ഇതിനെ പ്രതിപട്ടികയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് LDF വളരെ വലിയ ക്യാമ്പയിൻ നേരത്തെ പറഞ്ഞ പോലെ UDF സർക്കാർ ഇപ്പോൾ വീഴും, ഞങ്ങൾ വിചാരിച്ചാൽ വീഴും എന്നുള്ള തലത്തിലേക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് പ്രചരണമുണ്ട്. ഒന്ന്, പിണറായിയുടെ ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനായില്ലെങ്കിൽ പിണറായിക്ക് ഈ രംഗത്തേക്ക് വരാൻ പറ്റില്ല, അപ്പോൾ VS ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോൾ ഈ മന്ത്രിസഭയെ മറിച്ചിട്ടാൽ VS മുഖ്യമന്ത്രി ആവുന്നത് ഔദ്യോഗിക വിഭാഗത്തിന് താല്പര്യമില്ല. ഇപ്പോൾ പിണറായി വന്ന സാഹചര്യത്തിൽ ഇനി ഒരു ഭരണമാറ്റമായാലും റെഡിയാണ് എന്നുള്ളൊരു നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അപകടം കാണുന്നില്ലേ? അതിൽ ഈ ഗവൺമെൻറ് താഴെ വീഴാൻ പോകുന്നില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. അവർ 5 വർഷം ഭരിക്കുമോ UDF? ഒരു സംശയമില്ല. ഇത് തുടങ്ങിയ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് എന്താ പറയുക, ഒരു മധുവിധ ആഘോഷിക്കാനുള്ള സമയം പോലും പ്രതിപക്ഷം തന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സമരം തുടങ്ങി, പ്രചരണം തുടങ്ങി. ഇതിന് വലിയ ആയുസില്ല ഗവൺമെൻറ് താഴെ പോകുന്നത്. അന്ന് 2 പേരുടെ ഭൂരിപക്ഷമാണ്, ഇപ്പോൾ 3 കൊല്ലമായപ്പോഴത്തേക്ക് 4 പേരുടെ ഭൂരിപക്ഷമായി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളും ഒക്കെ നോക്കിയാൽ എല്ലാം UDFനാണ് മേൽക്കൈ. അതിന് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ നടത്തുന്ന ഈ സമരങ്ങൾക്കും ഒന്നും ഒരു ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാം രാഷ്ട്രീയമാണ്, മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമാണ്. പൊതു ആവശ്യങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ മുൻനിർത്തിയല്ല സമരമൊക്കെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു താല്പര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഒന്നും താഴെ പോവില്ല, ഒരു കക്ഷിയും ഇത് വിട്ടുപോകാനും പോകുന്നില്ല, അതൊന്നൊരു സംശയമില്ല കാര്യത്തിലും. പിന്നെ ലാവ്ലിൻ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഏറ്റവും താഴത്തെ കോടതിയിലെ വിധിയാണ്. ഈ വിധി തന്നെ അതിനോട് മുഴുവൻ യോജിപ്പില്ല, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പീൽ കൊടുക്കാൻ CBI തീരുമാനിച്ചിരിക്കുകയാണ്. മുകളിലത്തെ കോടതി എങ്ങനെയാണ് വിധിക്കാൻ പോകണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പോകാം. ഒരർത്ഥത്തിൽ ഈ വിധി ശരിയല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ കേസ് 2 രീതിയിലേ വിധിക്കാൻ കഴിയുള്ളൂ. ഒന്നുകിൽ ടെക്നിക്കൽ ഗ്രൗണ്ടിൽ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ മെരിറ്റയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ സാക്ഷികളൊക്കെ വിസ്തരിച്ച് റെക്കോർഡൊക്കെ പരിശോധിച്ചും മെരിറ്റയിൽ. ഇത് അതുമല്ല ഇതുമല്ല. ഇത് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇവരെ കുറ്റവിമുക്തരാക്കി എന്നുള്ള നിലയിൽ പറയുന്നു. ഒരു സാക്ഷിയെ പോലും വിസ്തരിച്ചിട്ടില്ല, ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ വിധി ഒരു വല്ലാത്ത വിധിയാണ്. ഇത് അപ്പീൽ പോയി കഴിഞ്ഞാൽ ഈ വിധി അസ്ഥിരപ്പെട്ടു പോകുന്നതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇതിന് വല്ല സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടോ രാഷ്ട്രീയമായിട്ട്? ഈ CPM പാർട്ടി അങ്ങനെ ഒരു ആക്ഷേപം ചില പത്രങ്ങളിലൊക്കെ വന്നു. ചില സ്വാധീനങ്ങൾ എൻ്റെ പറയലുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നു. എന്തായാലും ഇത് അപ്പീൽ പോവും എന്നുള്ളതിന് സംശയമില്ല. അപ്പീലിൽ ഈ വിധി സ്വാഭാവികമായിട്ട് അസ്ഥിരപ്പെടാനാണ് സാധ്യത. ഈ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും ഇപ്പോൾ UDF കൺവീനർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയായിരിക്കും? രണ്ടുപേരും രണ്ട് ടൈപ്പാണ്. പിണറായി വിജയൻ കുറെ കൂടി കണ്ണിങ്ങാണ്. VS ഒരു എന്തായാലും പറയേണ്ട ഔട്ട്സ്പോക്കൺ എന്ന് പറയാവുന്ന രീതിയിലാണ്. ചിലത് അതിൻ്റെ ഗുണമുണ്ട്, ദൂഷ്യമുണ്ട്. മറ്റു വളരെ കണ്ണിങ് ആയിട്ടാണ്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് പിണറായിയുടെ പോക്ക്. അപ്പോൾ പിണറായിക്കാണ് പിണറായിയുടെ ആയില്ല. അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ പിണറായിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM പ്രൊജക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ഇഷ്യൂവിൽ നിന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ പുള്ളിയുടെ ഒരു ചാൻസസ് എങ്ങനെയാണ് കാണുന്നത്? ഒരു മുഖ്യമന്ത്രി ആവാൻ ഉള്ള ഒരു സ്റ്റാച്ചർ? മുഖ്യമന്ത്രി ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭൂരിപക്ഷം കിട്ടണ്ടേ. അപ്പോൾ അടുത്ത തവണയും UDF അധികാരത്തിൽ വരുന്നതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. ആൾ യോഗ്യന, അതിനൊന്നും എനിക്ക് എതിർപ്പില്ല. മന്ത്രിയായിരുന്നപ്പോഴൊക്കെ നല്ല മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം കൊണ്ടാണ് ഒരുപക്ഷെ ലാവ്ലിൻ കേസിൽ വന്ന് പെട്ടത്. അല്ല, ലാവ്ലിൻ കേസിന് ഇപ്പോൾ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. അതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ വിശ്വാസം.
അത് കോൺഗ്രസ് ഉണ്ടാക്കിയ കേസല്ലല്ലോ, ഭരണഘടനാ സ്ഥാപനമായ CAG അല്ലേ അതിൻ്റെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചത്. അല്ല, ആ സമയത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി സുർജിത്ത് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം ഉണ്ടായിരുന്നു. അതെ അതെ, അത് CBIക്ക് അന്വേഷിക്കാൻ വിട്ടത് അതും ഞങ്ങളല്ല, ഉമ്മൻചാണ്ടിയുടെ കൃത്രിമം എന്ന് പറഞ്ഞ CBI അന്വേഷിക്കാൻ പോയത് ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം, കേസെടുത്തത് CAG ആണ്. ഉമ്മൻചാണ്ടിക്ക് അതായിട്ട് പക്ഷെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നല്ലോ, അതിന് തൊട്ട് പറയുകയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. മന്ത്രിസഭ അത് CBI അന്വേഷണത്തിന് വിടാൻ തീരുമാനിച്ചിരുന്നു, UDF മന്ത്രിസഭ. അത് കഴിഞ്ഞ് ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതിന്റെ പേരിലല്ലേ കോടതി പോയത്? കോടതി തീരുമാനിച്ചല്ലോ. ഈ 45 വർഷത്തെ ഈ പൊതുപ്രവർത്തനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എന്താ പറയുക, PP തങ്കച്ചൻ എന്ന രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു നേതാവ് സന്തോഷവാനാണോ, സംതൃപ്തനാണോ ഇതുവരെ കടന്നുപോയ? ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ഞാൻ അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ സംതൃപ്തനാണ്. ഒരു തരത്തിലും പരിഭവിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഇത് 17 വർഷമായിട്ട് വേറെ അതൊക്കെ ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഇനിയും സമയമുണ്ട്, പിന്നെ സമയം ഒരുപാട് ബാക്കിയുണ്ട്. അതിലൊന്നും ഒരു പരിഭവം എനിക്കില്ല. മറ്റു പലരെ പോലെ ഒരു ഇനിയും വേണം എന്നുള്ള അങ്ങനെ അത്യാഗ്രഹമൊന്നും എനിക്കില്ല. ഉള്ളത് തന്നെ സന്തോഷം. 4 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തനത്തിലെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ താൻ സംതൃപ്തനാണെന്ന് ശ്രീ PP തങ്കച്ചൻ പറയുന്നു. ഒരുപക്ഷെ വരുമെന്നുള്ള രീതിയിൽ വന്ന ഗവർണർ സ്ഥാനം വരാത്തതിലൊന്നും അദ്ദേഹത്തിന് പരിഭവമില്ല. കോൺഗ്രസ് പാർട്ടിയും ഈ പൊതുപ്രവർത്തനവും തനിക്ക് നൽകിയ സ്ഥാനമാനങ്ങളിൽ അദ്ദേഹം തൃപ്തനാണ്. പരാതിപ്പെടുന്നൊരു സ്വഭാവം ശ്രീ PP തങ്കച്ചനില്ല. UDF കൺവീനറായി 8-9 വർഷം പിന്നിടുമ്പോഴും UDFനെ അല്ലലില്ലാതെ പ്രശ്നങ്ങളില്ലാതെ UDF എന്ന കപ്പലിനെ മുന്നോട്ട് നയിക്കാൻ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരനായി അദ്ദേഹം ഇന്നും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്ട്രൈറ്റിൽ പങ്കെടുത്തതിന് UDF കൺവീനർ ശ്രീ PP തങ്കച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി.